വ്രതവിശുദ്ധിയുമായി വീണ്ടും വൃശ്ചികം. അയ്യപ്പ ഭക്തന്മാർക്ക് ഇനി ശരണമന്ത്രത്തിന്റെയും ദർശന പുണ്യത്തിന്റെയും പകലിരവുകൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരീശ നട തുറന്നു. മേൽശാന്തി എൻ ബാലമുരളി തിരുനട തുറന്ന് പടിയിറങ്ങി ആഴി തെളിച്ചതോടെയാണ് 18ാം പടിയുടെ വാതിൽ തുറന്നത്. ഇരുമുടിക്കെട്ടുമായി കാത്തുനിൽക്കുന്ന സ്വാമി ഭക്തർ പിന്നെ നാളികേരം ഉടച്ച് പടി ചവിട്ടി. സന്ധ്യയോടെ പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളും നടന്നു. വൈക്കം തെക്കേനട ആറാട്ടുകുളങ്ങര പ്രണവം എൻ ദാമോദരൻ പോറ്റി ശബരിമല മേൽശാന്തിയായും കൂത്താട്ടുകുളം കാരമല കാരിക്കോട്ട് ഇല്ലത്ത് എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയായും ചുമതലയേറ്റു. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ആദ്യം ശബരിമല മേൽശാന്തിയുടെയും പിന്നീട് മാളികപ്പുറം മേൽശാന്തിയുടെയും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തി. വൃശ്ചിക പുലരിയിൽ നട തുറക്കുന്നത് പുതിയ മേൽശാന്തിയാണ്. ദിവസവും പുലർച്ചെ 3-ന് നട തുറക്കും. 3:15 മുതൽ 11 വരെ നെയ്യഭിഷേകമുണ്ട്. രാത്രിയിൽ അത്താഴ പൂജ കഴിഞ്ഞ് 11-ന് തിരുനട അടയ്ക്കും. മണ്ഡലപൂജ കഴിഞ്ഞ് ഡിസംബർ 26-ന് നടയടയ്ക്കുവാനാണ് തീരുമാനം. പിന്നെ മകരവിളക്കിന് ഡിസംബർ 30-ന് തുറക്കും. ഭക്തലക്ഷങ്ങൾ ദർശനപുണ്യം കാത്തിരിക്കുന്ന മകരവിളക്ക് ജനുവരി 14-നാണ്. തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20-ന് തിരുനട അടയ്ക്കും. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള പോലീസുകാർ സന്നിധാനത്തും പമ്പയിലും പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. KSRTC പമ്പയിൽ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് തുറന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിൽ നിന്നും പമ്പ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലകാലം വരവായതോടെ കുറവലങ്ങാട്, ഞീഴൂർ, മരങ്ങാട്ടുപള്ളി, കടുത്തുരുത്തി മേഖലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശബരിമല പാതകളും ഗതാഗതയോഗ്യം ആക്കിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള ക്രമീകരണമടക്കം വിപുലമായ ക്രമീകരണങ്ങളാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, കടുത്തുരുത്തി തളിയിൽ മഹാദേവക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം, കടപ്പാട്ടൂർ ക്ഷേത്രം, 4 അമ്പലങ്ങൾ എന്നിവിടങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. കോഴ നരസിംഹസ്വാമി, കോഴ മുല്ലപ്പള്ളിക്കാവ് ക്ഷേത്രങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.